അവരായിട്ട് നമുക്ക് പ്രഷർ തരത്തില്ല, അവിടുത്തെ ഫാക്കൽറ്റീസോ സ്റ്റാഫോ ഒന്നും നമുക്ക് പ്രഷർ തരത്തില്ല. നമുക്ക് വരുന്നത് പിയർ പ്രഷറാണ്. അതായത് അവിടെ പഠിക്കുന്ന കുട്ടികളിൽ നിന്നുമാണ് നമുക്ക് സമ്മർദ്ദം വരുന്നത്. ഇപ്പം ഞാനൊരു 8 മണിയായി, ഞാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോഴും റൂമിലെ ലൈറ്റ് ഓൺ ആയിരിക്കും, മറ്റൊരു കുട്ടി അപ്പുറത്തിരുന്ന് പഠിക്കുന്നുണ്ടാവും. ആ കുട്ടിയെ കണ്ടിട്ടാണ് നമുക്ക് ടെൻഷൻ കയറുന്നത്. നമ്മൾ ഇനിയിപ്പോൾ രാവിലെ 4 മണിക്ക് അലാറം വെച്ച് എഴുന്നേൽക്കുമ്പോഴും ചിലപ്പോൾ ആ കൊച്ച് അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ടാവും. അത് നമ്മളെക്കാട്ടി ശേഷം കിടന്നുറങ്ങി, നമ്മളെക്കാട്ടി നേരത്തെ എഴുന്നേറ്റു. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ ആക്കുന്നൊരു സംഭവമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൂപ്പാണ്. വീണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറി വരാനായിട്ട് പാടാണ്. നമ്മൾ 1 വർഷം റിപ്പീറ്റ് ചെയ്തു, 2 വർഷം റിപ്പീറ്റ് ചെയ്തു, 3 വർഷം റിപ്പീറ്റ് ചെയ്തു, അപ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു ഒബ്സഷൻ ആവും. ഇനി ഇതും കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. അതിനൊരു എക്സാമ്പിളാണ്, നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഉണ്ട്, മല്ലു മെൻട്രോ എന്ന് പറയുന്നൊരു കുട്ടി, പിന്നെ എൻ്റെ അനിയത്തി. ഇവരൊക്കെ ഒരു ലിവിങ് എക്സാമ്പിളാണ്. കാരണം ഈ ഒരു ലൂപ്പിലേക്ക് വീണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറാനായിട്ട് പാടാണ്. പിന്നെ നമ്മൾ കാണുന്ന വേറൊരു സംഭവമുണ്ട്. എങ്ങനെയെങ്കിലും ഈ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് കുറച്ച് കൊച്ചുങ്ങൾ പഠിക്കാനായിട്ട് പോകും. ഈ ടുവേർഡ്സ് ദ എൻഡ് ആകുമ്പോഴത്തേക്ക് അവർക്കങ്ങ് മനസ്സും എടുക്കും. അവരെങ്ങനെയെങ്കിലും കടിച്ച് പിടിച്ച് ഈ എക്സാം എഴുതിയതാവാം. അപ്പോൾ പിന്നെയും ഈ പ്രഷർ താങ്ങണമല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ട് അതിനെ പറ്റിപ്പോയതും ആവാം. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ വളരെ സുഖകരമായ ഒരു കാര്യമല്ല ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ദിവസത്തിന് മുന്നേ നിങ്ങളെല്ലാവരും ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും, ബ്രില്യൻറ്റിൽ ചേർപ്പുങ്കൽ ഹോസ്റ്റലിൽ ഒരു 19 വയസ്സുള്ള കുട്ടി സൂയിസൈഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു വയസ്സ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അത് റിപ്പീറ്ററാണ്. അതിൻ്റെ മനസ്സിൽ പല സമ്മർദ്ദങ്ങൾ ഉണ്ടാവാം. കാരണം ഇപ്രാവശ്യം ആഡ് ഓൺ ആയിട്ട് നമ്മളുടെ നീറ്റ് 2026 ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സമ്മർദ്ദങ്ങൾ കൊണ്ടാവാം. ഒരു പക്ഷേ ചിലപ്പോൾ അതിന് കഴിഞ്ഞ എക്സാമിൽ നല്ലൊരു സ്കോർ കിട്ടിയിട്ടുള്ള കുട്ടിയാവാം. ഇനിയത്തെ എക്സാമിന് അത്രയും സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വെപ്രാളത്തിലൊക്കെ പറ്റിപ്പോയതാവാം. അല്ലെങ്കിൽ നേരത്തെ ഒരു സ്കോർ മോശമായിരിക്കാം, ഇത്രയും കൂടെയൊക്കെ എഫേർട്ട് ഇടണം എന്നൊക്കെ വിചാരിച്ച് പോയൊരു കുട്ടിയാവാം. ചിലപ്പോൾ ആ ഒരു പ്രഷർ താങ്ങാൻ പറ്റാതെയും ആവാം. പിന്നെ ഞാൻ കാണുന്ന വേറൊരു സംഭവമുണ്ട്. എങ്ങനെയെങ്കിലും ഈ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് കുറച്ച് കൊച്ചുങ്ങൾ പഠിക്കാനായിട്ട് പോകും. ഈ ടുവേർഡ്സ് ദ എൻഡ് ആകുമ്പോഴത്തേക്ക് അവർക്കങ്ങ് മനസ്സും എടുക്കും. അവരെങ്ങനെയെങ്കിലും കടിച്ച് പിടിച്ച് ഈ എക്സാം എഴുതിയതാവാം. അപ്പോൾ പിന്നെയും ഈ പ്രഷർ താങ്ങണമല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ട് അതിനെ പറ്റിപ്പോയതും ആവാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു 3 സാഹചര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് ദിവസത്തിന് മുന്നേ എൻ്റെ അമ്മ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടിട്ട് എനിക്കത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ന്യൂസ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രില്യൻ്റ് ഒരു ഭയങ്കര ഭീകരാലയമാണ്, അവിടെ പിള്ളേരെ ഭയങ്കരമായിട്ട് മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ള രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ബ്രില്യൻ്റിൽ പഠിച്ച ഒരാളാണ്. എൻ്റെ അനിയത്തി ബ്രില്യൻ്റിൽ പഠിച്ച ഒരാളാണ്. എനിക്ക് ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ 3 വർഷമായിട്ടുണ്ട്. ആ 3 വർഷമായിട്ടുള്ള കൊച്ചുങ്ങളെ ഞാൻ കാണുന്നതാണ്. ബ്രില്യൻ്റിലും സൈഡത്തിലും ഡോപ്പയിലും എല്ലായിടത്തും പഠിക്കുന്ന കൊച്ചുങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രില്യൻ്റ് ഒരു ഭീകരാലയം ഒന്നുമല്ല. പിന്നെ എന്തുകൊണ്ട് കൊച്ചുങ്ങൾക്ക് ഇത്രയും മാനസിക സമ്മർദ്ദം വരുന്നു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ +2 വരെ ജീവിച്ച ഒരു ജീവിതമല്ല നമ്മളിപ്പോൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നോട്ട് ജീവിക്കാൻ പോകുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സമ്മർദ്ദങ്ങളുണ്ടാവും, കുറേ അപ്സ് ഉണ്ടാവും, കുറേ ഡൗൺസ് ഉണ്ടാവും, ഹാപ്പിനെസ് ഉണ്ടാവും. ചിലപ്പോൾ ഹാപ്പിനെസ്സിൽ കാട്ടി കൂടുതൽ നമുക്ക് ഒരു മിക്സഡ് ഫീലിങ്സ് ആയിരിക്കും. മാർക്ക് കൂടുമ്പോൾ സന്തോഷം വരും, മാർക്ക് കുറയുമ്പോൾ അതുപോലെ തന്നെ സങ്കടം വരും, മാർക്ക് കിട്ടുന്നില്ലെന്നുള്ള ഒരു വെപ്രാളം വരും, എനിക്കിനി ഇത്രയും പൈസ മുടക്കി ഞാൻ പഠിച്ചിട്ട് ഇനി എനിക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളൊരു സമ്മർദ്ദം വരും. വീട്ടുകാരൊട്ടും സപ്പോർട്ടീവ് അല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ഇത്രയും നാൾ മാർക്ക് ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ എന്താ നിനക്ക് മാർക്ക് കിട്ടാത്തേ, ആ ഒരു രീതിയിലുള്ള സമ്മർദ്ദവും വരും. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് 12th വിത്തൗട്ട് എനിക്ക് ഗ്രേസ് മാർക്ക് ഫിസിക്സിന് ഫുൾ മാർക്കാണ്, കെമിസ്ട്രിക്ക് ഫുൾ മാർക്കാണ്, ബയോളജിക്ക് ഫുൾ മാർക്കാണ്, മാത്സിന് ഫുൾ മാർക്കാണ്. മനസ്സിലായോ? അപ്പോൾ എനിക്ക് ഇപ്പോൾ കിട്ടിയതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജല്ലേ. ഇപ്പോൾ എന്തുകൊണ്ട് എനിക്കൊരു ഗവൺമെൻറ് കോളേജ് കിട്ടിയില്ല? കാരണം നമ്മൾ ഒരിക്കലും ഒരു പഠിക്കാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു നിലവാരം ഇല്ലാത്തൊരാൾക്ക് എന്തായാലും 12th ഞാൻ ബാക്കിയുള്ള കൊച്ചുങ്ങളെ മോശമായിട്ട് പറയുകയല്ല, ഞാൻ അല്ലാതെ പറഞ്ഞതാണ്. ഒരാൾക്ക് എന്തായാലും 12th ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സിനൊന്നും ഫുൾ മാർക്ക് കിട്ടത്തില്ലല്ലോ. എന്നിട്ട് ഞാൻ എന്തുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നു? അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇത്രയും സ്കോറുള്ള എല്ലാവർക്കും തന്നെയും സെൽഫ് ഫിനാൻസിങ് കോളേജ് എങ്കിലും കിട്ടുന്നുണ്ടോ? അപ്പോൾ ഞാനതാ പറഞ്ഞത്, നമ്മളൊരു 12th വരെ വന്ന ഒരു സംഭവമല്ല ഇനി നിങ്ങൾ അങ്ങോട്ട് ഫേസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ 12th ഫുൾ A+ കിട്ടിയ കൊച്ചുങ്ങളുടെയൊക്കെ ഫോട്ടോസ് നാട് മൊത്തം ഫ്ലെക്സൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടാവും. പഠിക്കുന്ന കുട്ടി, അവൾ നന്നായിട്ട് പഠിക്കും, അവൾക്ക് പോയാൽ കിട്ടും എന്നുള്ളൊരു വിശ്വാസം നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉണ്ടാവും. നമ്മൾ അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, നമ്മുടെ സ്കോർ കൂടുന്നില്ല, റൂംമേറ്റ്സിനെ അപേക്ഷിച്ച് മോശം, ക്ലാസ്സിലുള്ള പിള്ളേരെ അപേക്ഷിച്ച് മോശം. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് ഡൗൺ ആയിട്ട് പോകും. നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? ഇതൊക്കെ ഒരു ബ്രില്യൻ്റിൽ നല്ല എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഉള്ളൊരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാനൊരു കമൻറ്റ് കണ്ടു, അവിടെ പിള്ളേർക്ക് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് നമ്മളൊരു വർഷം നമ്മുടെ ലൈഫ് ഫുള്ളായിട്ട് സാക്രിഫൈസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്.
നമുക്കവിടെ ഒത്തിരി എന്താണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും പഠിത്തത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകും. അതേന്ന് പറഞ്ഞിരുന്നിട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പം ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു പാത്തിൽ നിന്ന് ഡൈവേർട്ടഡ് ആയിട്ട് പോകും. നമ്മുടെ മനസ്സ് വേറെ പോകും. കാരണം നമ്മൾ ടീനേജ് ഗ്രൂപ്പിലുള്ള ഒരു പറ്റം കൊച്ചുങ്ങളെയാണ് അവരവിടെ ഇങ്ങനെ പിടിച്ച് ഒരൊറ്റ ലക്ഷ്യത്തിൽ ഉറപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓരോ ചാബല്യങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരും. ഇപ്പം തന്നെ എനിക്ക് സ്റ്റഡി ലീവായിരുന്നു കഴിഞ്ഞ മാസം. ഇപ്പം എൻ്റെ ENT ഓഫ്താൽ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് 7 പേപ്പർ എഴുതാനായിട്ടുണ്ട്. അത് ജൂലൈ 17 മുതൽ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ആദ്യത്തെ സ്റ്റഡി ലീവിനിടയ്ക്ക് എൻ്റെ ചേട്ടൻ്റെ ഒരു കല്യാണം വന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, നമ്മൾ ആ ഒരു ഇതിൽ നിന്ന് റിക്കവർ ആയിട്ടൊന്നും പഠിത്തത്തിൻ്റെ മൂഡിലേക്ക് വരാൻ കുറച്ച് സമയം എടുത്തു. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഓരോ പ്രോഗ്രാം കഴിയുമ്പം ചുമ്മാ ഒരു പ്രോഗ്രാം അങ്ങ് നടക്കുമോ? അതിൻ്റെ ഡാൻസ് പ്രാക്ടീസോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പുറകെ കുറേ ദിവസം പോവും. അത് കഴിഞ്ഞ് അതിൻ്റെ ഹാങ് ഓവറിൽ കുറച്ച് ദിവസം പോവും. ഇങ്ങനെയൊക്കെ കളയാനായിട്ടുള്ളൊരു സമയം ഒന്നാമത്തെ കാര്യം നമുക്കില്ല. കാരണം നമ്മൾ 11ലും 12ലും കൂടെ പഠിച്ച കാര്യങ്ങളാണ് ഈ ഒരു വർഷം നമ്മളിങ്ങനെ അടുക്കി കൂട്ടിയെടുക്കുന്നത്. ഇപ്പോൾ ബ്രില്യൻറ്റിലല്ല ഏതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടാവും. മനസ്സിലായോ? ക്ലാസ്സസ് ഉണ്ടാവും. 8 to 4 ക്ലാസ് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ വന്നിരുന്ന് പഠിക്കാൻ. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ഒരു ദിവസം 24 മണിക്കൂർ നമുക്ക് തികയാത്തൊരു സാഹചര്യം വരും. അപ്പോൾ അതിനിടയ്ക്ക് എങ്ങനെയാടാ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറ്റുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് കട്ടിയുള്ളവർ മാത്രം പോവുക. ഏതൊരു സാഹചര്യത്തിലൂടെ പോയാലും എനിക്കൊരു ഉറച്ച ലക്ഷ്യമുണ്ട്, ഞാൻ ആ ഒരു ലക്ഷ്യം കൊണ്ടേ വരൂ, ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർ മാത്രം പോവുക. അല്ലാതെ എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് ചേച്ചി ഞാൻ പഠിക്കാഞ്ഞേ, എനിക്ക് ഇന്ന അസുഖങ്ങൾ വന്നു, നമുക്കിങ്ങനെ പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഒത്തിരി എക്സ്ക്യൂസസ് ഉണ്ടാവും. നമുക്കങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞ് മാറാൻ ഒരു മനസ്സില്ലാത്തവരായിരിക്കണം. അതായത് എനിക്ക് ഇന്ന കാരണങ്ങൾ കൊണ്ട് കിട്ടിയില്ല, നമ്മൾ മനസ്സാലെ ഇങ്ങനെ കണ്ടെത്തുകയാണ്, എനിക്ക് അതുകൊണ്ട് കിട്ടിയില്ല, എനിക്ക് ഇടയ്ക്ക് വയ്യാതെ വന്നില്ലേ, എനിക്ക് പനി വന്നില്ലേ, അല്ലെങ്കിൽ ചേട്ടൻ്റെ കല്യാണം വന്നില്ലേ, അതുകൊണ്ടല്ലേ എനിക്ക് പഠിക്കാൻ പറ്റാത്തത്. അങ്ങനത്തെ ഒരു എക്സ്ക്യൂസ് കാണാൻ ഇപ്പോൾ നമുക്ക് നല്ല മാർക്ക് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് ഒരു എസ്കേപ്പിസം എന്ന പോലെ ഇങ്ങനെ എക്സ്ക്യൂസസ് ഒക്കെ കണ്ടെത്താനായിട്ട് നോക്കും. പക്ഷെ അവിടെയും നമുക്കാണ് നഷ്ടം. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മളിങ്ങനെ ഈ ഓരോ എക്സ്ക്യൂസ് നിരത്തിയാലും നമുക്കാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നഷ്ടം വരുന്നത്. നമ്മൾക്കാണ് ഒരു സീറ്റ് മിസ്സാവുന്നത്, നമ്മളുടെയാണ് ഒരു വർഷം പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാം മനസ്സിലാക്കി നല്ല രീതിയിൽ എന്നെക്കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് മാത്രമേ ഇത് പറ്റത്തുള്ളൂടാ. അവർക്ക് ഇത് പറഞ്ഞിട്ടുള്ളൂ എന്ന് വേണം പറയാനായിട്ട്. ഇത്തിരി ബ്രൂട്ടലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളവർക്ക് മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൂപ്പാണ്. വീണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറി വരാനായിട്ട് പാടാണ്. നമ്മൾ 1 വർഷം റിപ്പീറ്റ് ചെയ്തു, 2 വർഷം റിപ്പീറ്റ് ചെയ്തു, 3 വർഷം റിപ്പീറ്റ് ചെയ്തു, അപ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു ഒബ്സഷൻ ആവും, ഇനി ഇതും കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. അതിനൊരു എക്സാമ്പിളാണ്, നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഉണ്ട്, മല്ലു മെൻട്രോ എന്ന് പറയുന്നൊരു കുട്ടി, പിന്നെ എൻ്റെ അനിയത്തി, ഇവരൊക്കെ ഒരു ലിവിങ് എക്സാമ്പിളാണ്. കാരണം ഈ ഒരു ലൂപ്പിലേക്ക് വീണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറാനായിട്ട് പാടാണ്. നമ്മൾ 1-2 കൊല്ലം ഒരു കാര്യത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വേണ്ടാന്ന് വെച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര പാടാണ്. മനസ്സിലായില്ലേ? അങ്ങനെ കുറേ ഡീമെറിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പണ്ട് തൃശ്ശൂരിലുള്ള PC തോമസിലൊക്കെയാണ് ഈ 4 മണിക്ക് വിളിച്ചുണർത്തുക, 10 മണിക്ക് കിടന്നുറങ്ങുക, ലൈറ്റ് ഓഫ് ചെയ്യുക, ഈ സ്കീമൊക്കെ ഉള്ളൂ. ഇപ്പോൾ ബ്രില്യൻറ്റിലാണെങ്കിലും സൈലത്തിലാണെങ്കിലും അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേക്കാം, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഉറങ്ങാം. അവരായിട്ട് നമുക്ക് പ്രഷർ തരത്തില്ല. അവിടുത്തെ ഫാക്കൽറ്റീസോ സ്റ്റാഫോ ഒന്നും നമുക്ക് പ്രഷർ തരത്തില്ല. നമുക്ക് വരുന്നത് പിയർ പ്രഷറാണ്. അതായത് അവിടെ പഠിക്കുന്ന കുട്ടികളിൽ നിന്നുമാണ് നമുക്ക് സമ്മർദ്ദം വരുന്നത്. ഇപ്പം ഞാനൊരു 8 മണിയായി, ഞാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോഴും റൂമിലെ ലൈറ്റ് ഓൺ ആയിരിക്കും, മറ്റൊരു കുട്ടി അപ്പുറത്തിരുന്ന് പഠിക്കുന്നുണ്ടാവും. ആ കുട്ടിയെ കണ്ടിട്ടാണ് നമുക്ക് ടെൻഷൻ കയറുന്നത്. നമ്മൾ ഇനിയിപ്പോൾ രാവിലെ 4 മണിക്ക് അലാറം വെച്ച് എഴുന്നേൽക്കുമ്പോഴും ചിലപ്പോൾ ആ കൊച്ച് അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ടാവും. അത് നമ്മളെക്കാട്ടി ശേഷം കിടന്നുറങ്ങി, നമ്മളെക്കാട്ടി നേരത്തെ എഴുന്നേറ്റു. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ ആക്കുന്നൊരു സംഭവമാണ്. ഓൾറെഡി നമ്മൾ മറ്റൊരാൾ പഠിക്കുന്ന സമയത്ത് ഉറങ്ങുവാണെന്നുള്ള ഡീമോട്ടിവേഷനിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ ഉണ്ട് അയാൾ അവിടെ ഇരുന്ന് പഠിക്കുന്നു. അപ്പോൾ വീണ്ടും ഒന്നും കൂടെ ഡീമോട്ടിവേഷൻ ആവും. കാരണം അയാൾ ഒത്തിരി നേരം പഠിക്കുന്നുണ്ട്, ഞാൻ പഠിക്കുന്നില്ല, ഞാൻ ആ ഒരു മൈൻഡ് സെറ്റോടെയാണ് നമ്മൾ അന്നത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് പ്രഷർ വരുന്നത്. പിന്നെ പ്രഷർ വരുന്ന വേറൊരു രീതി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗാർഡിയൻ എന്ന് പറയുന്നത് അവിടുത്തെ വാർഡൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പ്രോഗ്രസ് കാർഡുണ്ട്. എല്ലാ വീക്ക്ലി എക്സാം കഴിയുമ്പോഴും നിങ്ങൾക്കൊരു പ്രോഗ്രസ് കാർഡ് ഉണ്ട്. ആ പ്രോഗ്രസ് കാർഡിൽ സൈൻ ചെയ്യുന്നത് വാർഡനായിരിക്കും. ഇപ്പോൾ എന്തായാലും നമ്മളുടെ പേരൻസിന് നമ്മളോട് വരുന്നൊരു ഇൻറ്റിമസി, ഇപ്പം നമ്മൾ പഠിച്ചില്ല, നമുക്ക് പഠിക്കാൻ പറ്റിയില്ല, മാർക്ക് കുറഞ്ഞു എന്നൊക്കെ പറയുമ്പം ചിലപ്പോൾ നമുക്ക് ഒരു ആശ്വാസം ആവേണ്ടുന്നവരാണ് നമ്മുടെ പേരൻസ്. പക്ഷേ വാർഡൻ അങ്ങനത്തെ ഒരു ഇമോഷണൽ കണക്ഷനോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല. ഇപ്പോൾ അവരുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാത്തത് കൊണ്ടാണ് മാർക്ക് കിട്ടാത്തത്. മനസ്സിലായില്ലേ? നമുക്കിപ്പോൾ ഒരു എയോ അല്ലെങ്കിൽ ഒരു B+ ആണെന്നുണ്ടെങ്കിൽ നീ പഠിച്ചില്ല, നീ പഠിക്കുന്നില്ല, അതുകൊണ്ട് നിനക്ക് മാർക്ക് കിട്ടുന്നില്ല. പക്ഷെ നമ്മളിടുന്ന എഫേർട്ട് അവർ കാണുന്നില്ലല്ലോ. അപ്പം നിങ്ങളിങ്ങനെ പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനിൽ നിൽക്കുമ്പം നിങ്ങളുടെ ഫ്രണ്ടിലുള്ള ആൾക്ക് A ഉണ്ട്, A+ ഉണ്ട്, നിങ്ങൾക്ക് B+ ആണ്. അപ്പോൾ വാർഡൻ ഇങ്ങനെ ഒരു നോട്ടം നോക്കും.
അതിൽ നിന്നൊക്കെ ചിലപ്പോൾ നമുക്കൊരു മാനസിക സമ്മർദ്ദം വരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അല്ലാതെ ഒരിക്കലും അവർ നിങ്ങളെ അതായത് വേറെ ഒന്നും പറഞ്ഞ്, അതായത് ഈ ഒരു പ്രോഗ്രസ് കാർഡിൻ്റെ ഒരു സമയം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒരു രീതിയിലും നീ പഠിക്കുന്നില്ല, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നീ 4 മണിക്ക് എഴുന്നേറ്റേ പറ്റൂ, നീ 10 മണിക്ക് ഉറങ്ങിയേ പറ്റൂ, അങ്ങനത്തെ കാര്യങ്ങൾ ആ ഒരു രീതിയിലൊന്നും നിങ്ങളെ അങ്ങനെ ശല്യം ചെയ്യാൻ വരത്തില്ല. ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും വരത്തില്ല. നിങ്ങളിപ്പോൾ ഏതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ അവിടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടോ, അവിടെ അതുണ്ടോ ഇതുണ്ടോ എന്ന് നോക്കിയല്ല സെലക്ട് ചെയ്യേണ്ടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അവിടെ ഒരു സാഹചര്യം ഉണ്ടോ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് പഠിക്കാനായിട്ടൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമുണ്ടോ, മനസ്സിലായില്ലേ? അങ്ങനത്തെ കാര്യങ്ങൾ നോക്കി സെലക്ട് ചെയ്യുക. കാരണം അതിനകത്തിലാണ് കാര്യം. നമ്മളിപ്പോൾ എത്ര എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പഠിച്ചാലല്ലേ പോർഷൻസ് നീങ്ങും. പോർഷൻസ് നീങ്ങിയാലല്ലേ നമുക്ക് ആ ഒരു ടെൻഷൻ കുറയൂ. പിന്നെ എനിക്ക് തോന്നിയ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്, ഞാനിങ്ങനെ ബ്രില്യനിൽ പഠിക്കുമ്പോഴത്തേക്ക് സൺഡേ പള്ളിയിൽ പോകുന്ന കൊച്ചുങ്ങളെ മാത്രമേ അവരിങ്ങനെ വെളിയിൽ കൊണ്ടുപോകാറുള്ളൂ. നമ്മൾ അതിനകത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളുടെ പേരൻസ് വരുമ്പോൾ മാത്രം അങ്ങനെയൊക്കെ നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് പ്രഷർ, ഭയങ്കരമായിട്ട് അങ്ങ് സമ്മർദ്ദം താങ്ങാനാവാത്ത സമയത്തൊക്കെ ഞാനിങ്ങനെ രാവിലെ, എനിക്ക് 8 മണിയുടെ ക്ലാസ്സാണ്, ഞാൻ 7 മണിക്ക് ഒക്കെ ഇറങ്ങിയിട്ട് ഞാൻ രാവിലെ കടപ്പാട്ടൂർ അമ്പലത്തിൽ പോകും. കടപ്പാട്ടൂരാണെന്ന് തോന്നുന്നു, അടുത്തുള്ളൊരു ശിവക്ഷേത്രത്തിൽ പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് നേരത്തെ വന്ന് ക്ലാസ്സിൽ കയറുമായിരുന്നു. മനസ്സിലായില്ലേ? നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ ഇല്ലാതെ ഉള്ളത് തന്നെയാണ്. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ പറയുന്നതൊരു 5-6 കൊല്ലത്തിന് മുന്നത്തെ കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. നമ്മൾക്ക് മനസ്സിന് കട്ടി ഉണ്ടെങ്കിൽ മാത്രം ഈ പണിക്ക് പോയാൽ മതിയടാ. നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ തന്നെ കണ്ടിട്ടുണ്ടാകും, ഞാനൊരു ഷോർട്സ് ഇട്ടതിന് ശേഷം എനിക്കത് വേണ്ടായിരുന്നെന്ന് തോന്നി. കാരണം എൻ്റെ അമ്മ വരെ പറഞ്ഞു, കൊച്ചുങ്ങൾക്കൊക്കെ മോട്ടിവേഷൻ കൊടുക്കുന്ന ഞാനാണോ ക്യാമറയുടെ മുന്നിലിരുന്ന് മോങ്ങുന്നതെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ടെൻഷനുണ്ട്. പക്ഷെ ഒരു കരച്ചിലെങ്കിലും അത് പിടിച്ചു നിർത്താൻ പറ്റുന്ന ധൈര്യം നിങ്ങൾ കാണിക്കണം. മനസ്സിലായില്ലേ? നമ്മളൊന്ന് കരഞ്ഞു പോയി കഴിഞ്ഞ് നമ്മൾ ഓക്കെ ആവണം. അല്ലാതെ നമ്മൾ പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക് പോകുന്ന ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല. ഇപ്പോൾ ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പീക്ക് പ്രഷർ വരുമ്പോഴത്തേക്ക് ഞാനൊന്നിരുന്ന് മൂങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊന്ന് ഓക്കെ ആവും. ആ ഒരു മൈൻഡ് സെറ്റെങ്കിലും നിങ്ങൾക്ക് വേണം കേട്ടോ. അതായത് ഇപ്പോൾ നമുക്ക് എല്ലാം പിടിച്ചു നിർത്തി അത്രയും സ്ട്രോങ് ആയി അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് നമ്മളിലൊരു സെൽഫ് കൺട്രോൾ വേണം. ഇപ്പോൾ എനിക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്, ഞാനിപ്പോൾ ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 10 മിനിറ്റ് വേസ്റ്റ് ആവും. വേസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് ആ ഒരു 10 മിനിറ്റ് പോയി പിന്നെയും കുറേ പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ ആ ഒരു 10 മിനിറ്റ് നഷ്ടമാണെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടാകും. എന്നിട്ടും ചില സാഹചര്യങ്ങളിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവും. ഇനിയിപ്പോൾ നിങ്ങൾ ഇതുവരെ വന്നിട്ടുള്ള ഇതിലും വളരെ ഡിഫറെൻ്റ് ആണ് MBBS എന്ന് പറയുന്നത്. MBBS എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾ ഭയങ്കരമായിട്ട്, നിങ്ങളിപ്പം ഡിസ്റ്റിങ്ഷൻ ലെവലിൽ നമ്മൾ +2 പഠിക്കുന്ന ലെവലിൽ പഠിച്ചാലേ മാത്രമേ നമ്മൾ പാസ്സാവത്തുള്ളൂ. ഇപ്പോൾ ഈ 40 മാർക്ക് മേടിച്ച്, ഇപ്പം നമുക്ക് പാസ് മാർക്ക് 50 മാർക്കാണ്. ഈ 40 മാർക്ക് മേടിക്കുന്നവരൊന്നും പഠിക്കാത്തവരല്ല, അവരൊക്കെ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുന്നതാണ്. ഒന്നാമത്തെ കാര്യം വലിയ ടെക്സ്റ്റ് ബുക്കാണ്. നമ്മൾ ചിലപ്പം ചില സാഹചര്യങ്ങളിൽ നമ്മൾ സെലക്റ്റീവായിട്ട് പഠിക്കും. ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ വെക്കേഷൻ ഉണ്ടല്ലോ, സ്റ്റഡി ലീവിന് നമ്മളെല്ലാം പഠിക്കും. അതേസമയം എക്സാമിൻ്റെ തലേന്ന് നമുക്കിത് റിവിഷൻ ചെയ്യാൻ എന്നുവെച്ചാൽ എങ്ങനെ ഇത്രയും ഒരു വലിയ ബുക്ക് നമുക്ക് തലേന്ന് റിവിഷൻ ചെയ്യാൻ പറ്റുകൂടാ? നമ്മൾ ചില ഏരിയാസ് എങ്കിലും സ്കിപ്പായി പോകും. ആ സ്കിപ്പായിട്ടുള്ള ഏരിയാസിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആബ്സെൻറ്റ് മൈൻഡഡ് ആയി പോയി എക്സാം എഴുതുന്ന പോലെ ആവും. മനസ്സിലായില്ലേ? നമുക്കത് റീകളക്ട് ചെയ്യാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഫെയിൽ ആവുന്നത്. പിന്നെ തുടക്കം തന്നെ നിങ്ങൾ ഒഴിവാക്കി കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ട്. റൂംമേറ്റ്സിൻ്റെ മാർക്ക് അന്വേഷിച്ച് എൻ്റെ റൂംമേറ്റിന് എത്ര മാർക്കുണ്ട്, അവർക്ക് എത്ര മാർക്കുണ്ട്, ഇവർക്ക് എത്ര മാർക്കുണ്ട്, അവരെത്ര നേരം പഠിക്കുന്നുണ്ട്, നിങ്ങൾ അവരിൽ കാണിക്കുന്ന ശ്രദ്ധ നിങ്ങളിൽ കാണിച്ച് നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുക. മനസ്സിലായില്ലേ? ചെല്ലുന്ന പാടെ തന്നെ ആ ഒരു കമ്പാരിസൺ പരിപാടികളൊക്കെ നിർത്തുക. നമ്മൾ അങ്ങോട്ട് മാർക്ക് ചോദിച്ചാലേ അവർ ഇങ്ങോട്ട് ചോദിക്കത്തുള്ളൂ. ഇങ്ങോട്ട് 2 വട്ടം ചോദിച്ച് നമ്മൾ അങ്ങോട്ട് ചോദിക്കാതിരിക്കുമ്പോൾ അവർ താനേ ആ പരിപാടി നിർത്തിക്കോളും. കാരണം ആദ്യമൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു സുഖകരമായ ഒരു പരിപാടിയായിരിക്കും. നമുക്ക് ചിലപ്പോൾ മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പരിപാടി ഒരു സുഖകരമായ പരിപാടിയായിട്ടുള്ളൂ. നമുക്ക് ഇൻ കേസ് അത് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ഡിപ്രഷനിലേക്കേ പോകത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം തന്നെ ആ ഒരു പരിപാടി അങ്ങ് നിർത്തുക. മറ്റേ ആൾ തുടങ്ങുന്നുണ്ടെങ്കിലും അത് നമ്മൾ തനിയെ അങ്ങ് നിർത്തി കൊടുക്കുക. മനസ്സിലായില്ലേ? അതിൻ്റെ കാര്യമില്ല. നമ്മൾ പഠിക്കുക, നമ്മൾ മാർക്ക് മേടിക്കുക, അങ്ങനെ തന്നെ മുന്നോട്ട് പോവാം. പിന്നെ ഇതുപോലെ നമ്മൾ ഒരു റൂംമേറ്റ് ബന്ധമൊക്കെ, ഇപ്പോൾ ഞാനൊന്ന് 10 മിനിറ്റ് ഉറങ്ങുവാണ്, 10 മിനിറ്റ് കഴിഞ്ഞ് എന്നെ വിളിക്കണേ, ആ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അല്ലാതെ അവർ ഉറങ്ങുന്നതും അവർ എഴുന്നേൽക്കുന്നതും ഒക്കെ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറ്റാതിരിക്കുക. നമ്മൾ പരമാവധി ശ്രമിക്കുക. എല്ലാ സാഹചര്യങ്ങളിലും അങ്ങനെ പറ്റിക്കൊള്ളണം എന്നൊന്നുമില്ല. കാരണം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, എൻ്റെ റൂമിലൊന്നും ആ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. അപ്പുറത്തെ റൂമിലൊക്കെ പിള്ളേരുടെ നോട്ട്സൊക്കെ പിള്ളേരെടുത്ത് ബാത്റൂമിലിട്ട് ഫ്ലഷ് ചെയ്തു, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനത്തെ പരിപാടികൾ വരെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചെല്ലുമ്പോഴേ ഭയങ്കരമായിട്ടുള്ളൊരു ആത്മബന്ധമൊന്നും അതിനൊന്നും പോവാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് ചിലവരെ കാണുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ആ ഒരു ആളുകളെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ആ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളിലേക്കൊന്നും പോവാതിരിക്കുക. കാരണം നമുക്കത് പിൽക്കാലത്ത്, അതായത് ഇതൊരു വർഷത്തെ ജേണിയാണ്, അതിനിടയ്ക്ക് ചിലപ്പോൾ നമുക്ക് ഓരോരോ
ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ പറ്റുന്ന പോലെ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ പഠിക്കുക. ഇനിയിപ്പോൾ കിട്ടിയാലും ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ നമ്മളുടെ മാക്സിമം എഫേർട്ട് ഇടുക. കിട്ടിയില്ലെങ്കിലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റണം, ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടു, ഇനി എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനത് വേണ്ടാന്ന് വെച്ചത്. മനസ്സിലായില്ലേ? അങ്ങനത്തെ രീതിയിൽ പഠിക്കുക. എപ്പോഴും നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക. ഒരിക്കലും നമ്മളായിട്ടൊരു എക്സ്ക്യൂസ് കണ്ടെത്തി എനിക്ക് അതുകൊണ്ടാണ് പറ്റാഞ്ഞത്, എനിക്ക് ഇതുകൊണ്ടാണ് പറ്റാഞ്ഞത്, ആ ഒരു സാഹചര്യത്തിലേക്ക് പോവാതിരിക്കുക. നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഇതൊന്നും കണ്ട് പേടിക്കണ്ട. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ പഠിച്ചാൽ മതി. നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങ് മുന്നോട്ട് പോയാൽ മതി.